ഈ ഒരു പുണ്യമായ ഈ ഒരു ദിവസത്തിൽ കാണുക എന്ന് പറയുന്നത് തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഹിസൈസ് ആദികർത്ത പ്രഭു പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പൻ്റെ ഒരു പാട്ട് കൂടി കേട്ടിട്ട് തുടങ്ങാം എന്നായിരിക്കും നിയോഗം. അതിന് കാരണമുണ്ട്. ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? മെനങ്ങാന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? എന്തോ? ഇന്ന് ഏകാദശി, ഇന്നലെ ഇന്നലെ രാമനവമി, ദശമി, ഇന്ന് ഇന്ന് വ്യാസപൂജ. ഉം. വ്യാസദിനം. ഇന്ന് ഏകാദശി. ആ, ഒന്നുകൂടെ ഒന്ന് പടിപടിയായിട്ട് പറഞ്ഞാട്ട്. ഇപ്പം എല്ലാം കൂടെ മിക്സായി എനിക്ക് കേട്ടില്ല. ശ്രീരാമനവമി, വ്യാസപൂജ, ഏകാദശി. ശ്രീരാമനവമി, വ്യാസപൂജ, ഏകാദശി. ശ്രീരാമനവമി എന്നായിരുന്നു? ഇന്നലെ വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച. വ്യാസപൂജ ഇന്ന് വ്യാസപൂജ. ഇന്നലെ ശരിക്കുള്ള വ്യാസപൂജ ഗൗരപൂർണിമയുടെ അന്നായിരുന്നു. ഇന്നലെ. ഗൗരപൂർണിമയുടെ അന്നാണ് വ്യാസപൂജ ചെയ്യുന്നത്. ആരുടെ? എല്ലാം നമ്മൾ ഓർമ്മിച്ച് വെച്ചിരിക്കണം. ആരുടെ? ചൈതന്യ മഹാപ്രഭു. ഇന്നലത്തെ വ്യാസപൂജ ആരുടെ ആയിരുന്നു? ഗുരുമഹാരാജന്റെ. ഏത് ഗുരു മഹാരാജ്? ദീക്ഷ എടുത്തവർ ഗുരു മഹാരാജ് എന്ന് പറയും, അല്ലെങ്കിൽ ഹിസ് ഹോളിനസ് ജയവതാക സ്വാമി മഹാരാജ്. ദീക്ഷ എടുത്തവർ ഗുരു മഹാരാജ് എന്ന് പറയും. ഇന്ന് ഏകാദശി. സാധാരണ ഏകാദശി ദിവസങ്ങളിലാണിത് വന്ന് വീഴാറുള്ളത്. സാധാരണ 99%. അപ്പം ആദ്യം നമ്മൾ രാമനവമിയിലോട്ട് പോകും. രാമാദിമൂർത്തിഷു. ഏതാ ശ്ലോകം വരുന്നത്? ബ്രഹ്മസംഹിതയിൽ 5:39. രാമാദിമൂർത്തിഷു കല നിയമേന തിഷ്ഠാൻ. നാനാവതാരമകരോദ്ഭുവനേഷു കിന്തു കൃഷ്ണസ്വയം സംഭവത് പരമമോയോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അറിയില്ലേ? കാണാൻ അറിയത്തില്ല? രാമാദിമൂർത്തിഷു കല നിയമേന തിഷ്ഠാൻ നാനാ അവതാരം അഘോരോത് ഭുവനേഷു കിന്തു. ഈ ഭൂമിയിൽ രാമനായും നരസിംഹനായും വാമനദേവനായും അങ്ങനെ നാനാ അവതാരങ്ങളിൽ ഭഗവാൻ അവതരിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആദിദേവനായ ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലോ? രാമാദിമൂർത്തിഷു. ശ്രീരാമചന്ദ്ര പ്രഭു എൻ്റെ അവതാരമായിട്ട് ഭഗവാൻ നമ്മുടെ ഭൂമിയിൽ അവതരിക്കുമ്പോൾ എന്തായിരുന്നു ഉദ്ദേശം? ഒരു രാജാവ് എങ്ങനെ കൃത്യമായിട്ടായിരിക്കണം? അവിടെ വേറെ ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല. ശാസ്ത്രം പഠിച്ചതിന് ശേഷം മാത്രമേ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. ഒന്നും അറിയാതെ ശ്രീരാമചന്ദ്ര പ്രഭു അങ്ങനെ ചെയ്തല്ലോ, ശ്രീരാമചന്ദ്ര പ്രഭു ഇങ്ങനെ ചെയ്തല്ലോ. ഒരു രാജധർമ്മം എന്തായിരിക്കണം? രാജാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവജാലങ്ങളും സർവചരാചരങ്ങളും പ്രജയാണ്. പ്രജ എന്ന് പറയുമ്പോൾ മനുഷ്യൻ മാത്രമല്ല, എല്ലാവർക്കും സംരക്ഷണം കൊടുക്കേണ്ട ചുമതല ഒരു രാജാവ് എന്ന നിലയിൽ, രാജൻ എന്ന നിലയിൽ ആ വ്യക്തിക്കുണ്ട്. ശരിയല്ലേ? ആണോ?
അതുകൊണ്ട് എല്ലാവരുടെയും വാക്കിനെയും മുഖവിലേക്ക് എടുക്കണം. രാജാവ് സംശയങ്ങൾക്ക് അതീതമായിരിക്കണം, ധർമ്മത്തിന് ചേർന്നതായിരിക്കണം. അത് തൂപ്പുകാരൻ്റെ വാക്കാണെങ്കിലും എത്ര വലിയ പണ്ഡിതൻ്റെ വാക്കാണെങ്കിലും ഒരുപോലെ മനസ്സിലോട്ടെടുക്കണം. ആ ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ മുന്നിൽ ശ്രീരാമചന്ദ്ര പ്രഭു കാണിച്ചു തന്നത്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പതിവ്രതയായ ഒരു ഭാര്യയുടെ സ്ഥാനം എന്തായിരിക്കും? ഒരു സഹോദരൻ്റെ ധർമ്മം എന്താണ്? ഇതെല്ലാം രാമായണം ശ്രീരാമചന്ദ്ര പ്രഭുവിലൂടെ നമ്മളെ കാണിച്ചു തരുന്നു. ഭഗവത്ഗീതയിൽ 18-66 ശ്ലോകം എന്താ പറയുന്നത്? 18-66. അർജുന, നീ അങ്ങോട്ട് കൂടുതലൊന്നും ചിന്തിക്കണ്ട. നീ ഇത്രമാത്രം ചെയ്താൽ മതി. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം തം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി സൃജാ. എന്താ പറഞ്ഞ? നീ കൂടുതൽ അങ്ങോട്ടൊന്നും ചിന്തിക്കണ്ട. പിന്നെന്താ ചെയ്യേണ്ടത്? എന്താ ചിന്തിക്കേണ്ടത്? ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും എങ്ങനെ? കണ്ടീഷൻ ഉണ്ട്. എങ്ങനെ? ഇടയ്ക്കുള്ള വരി വിട്ടുപോകുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അത് തന്നെയാണ്. ശരണം തേടുക. ശരണം തേടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സർവധർമാൻ പരിത്യജ്യ ഞാൻ തിരിച്ച് എന്നിൽ ശരണം പ്രാപിക്കുന്നു. മാമേകം. ആ വാക്കാണ് മാം ഏകം. ഇതാണ് നമ്മളെ ചില വാക്കുകൾ വിട്ടുപോകുന്നതാണ് നമ്മുടെ ലൈഫിലെ പ്രശ്നം. ജീവിതത്തിലെ പ്രശ്നം അതാണ്, വിട്ടുപോകുന്നു. ശരണം, ശരണാഗതി എന്ന് പറയാൻ പരിപൂർണമായ കീഴടങ്ങൽ. അങ്ങ് മാത്രമേ ഉള്ളൂ. ഈ ഒരു മൂഡിലെത്തണം. അതിനാണ് തൊട്ട് മുന്നുള്ള ശ്ലോകം വരുന്നത്. ആ മൂഡിലെത്തണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ പ്രേമിക്കാൻ നമ്മൾ പഠിക്കണം. മന്മന ഭവമത്പത്തു, ഭഗവത്ഗീതയുടെ കാതലായ സന്ദേശം, നെക്ടർ ഓഫ് മെസ്സേജ്. എൻ്റെ പ്രിയപ്പെട്ടവനാകുക. എൻ്റെ പ്രിയപ്പെട്ടവനാകുക എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുക അല്ലേ? അങ്ങനല്ലേ? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിനക്ക് ചില പാപങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. നമ്മൾ മാനത്തു നിന്ന് പൊട്ടി വീണതൊന്നുമല്ല, മറ്റൊരു ജന്മത്തിൽ നിന്ന് വന്നതാണ്. അതുപോലെ തന്നെ ചില പ്രവർത്തികൾ ചെയ്യും. എല്ലാ പ്രവർത്തികളും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ്. ആ ഗുണദോഷങ്ങളിൽ നിന്നെ ഞാൻ മുക്തനാക്കിയെടുക്കാം. അതായത് പാപപ്രതികരണങ്ങളിൽ നിന്നെ മുക്തനാക്കിയെടുക്കാം. അപ്പം നീ ക്ലിയർ ആവും. കണ്ടീഷനുണ്ട്. എന്താ? എല്ലാ ധർമ്മങ്ങളും. അപ്പം ധർമ്മം രണ്ടുണ്ട്: പരധർമ്മ അഥവാ അപരാധർമ്മം. പരധർമ്മയാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ധർമ്മം. ദാസോഹം തവ കേശവ പരധർമ്മം യത് കരൂഷ്യതസ്നാസി യജ്ഘോഷ്യദാസ്യത് യത് തപസ്യസ്യ കൗന്ദയ പുരുഷമതർപ്പണം. അപരാധർമ്മമാണ് നമ്മുടെ 5 കടങ്ങളുണ്ട്. ഇത് അപരാധർമ്മം. ഞാൻ ചുരുക്കി പറയുക, ബാക്കിയെല്ലാം പിന്നെ സംസാരിക്കാം. പരധർമ്മത്തിന് വേണ്ടിയിട്ട് അപരാധർമ്മം ഉപേക്ഷിക്കാം. പക്ഷേ പരധർമ്മവും ചെയ്യുന്നില്ല, അപരാധർമ്മവും ചെയ്ത് കഴിഞ്ഞാൽ മഹാഭാവമാകും. അങ്ങനെ അപരാധം എന്ന് പറയും. അപരാധർമ്മം ചെയ്തതിൽ അപരാധമായിട്ട് മാറും. ചിന്താവിഷ്ടയായ ശ്യാമളയിലെ എന്താ ഇത്ര പേര് കണ്ട് സിനിമ? പണ്ടത്തെ ആരും കണ്ടിട്ടില്ല? ചിന്താവിഷ്ടയായ ശ്യാമള. അതെ, അല്ല ശ്രീനിവാസനെ പോലെ അല്ലേ? അത് അപരാധർമ്മയാണ്, അപരാധമാണ്. ഒരു ധർമ്മവും ചെയ്യുന്നില്ല. അപ്പോൾ ലക്ഷ്മണൻ എന്താ ചെയ്തേ? അപരാധർമ്മവും വിട്ട് പരധർമ്മത്തിലേക്ക് പോയി. അവിടെ തെറ്റ് വരുന്നില്ല, നമുക്ക് കാണിച്ചു തന്നു. സീതാമ്മ എന്താ ചെയ്തേ? അപരാധർമ്മം ഇട്ട് പരധർമ്മത്തിലേക്ക് വന്നു. അപ്പം ധർമ്മത്തിൻ്റെ ഒരു കൂട്ടം
പ്രസന്റേഷൻ, ഡെമോൺസ്ട്രേഷൻ ആണ് രാമായണം എന്ന് പറയുന്നത്, അല്ലേ? ആണോ അല്ലേ? അതെ. അതുപോലെ തന്നെ ഒരു മകൻ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരു മകൾ അച്ഛനോടും അമ്മയോടും എങ്ങനെ പെരുമാറണമെന്നും സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും കൂടി രാമായണം നമുക്ക് കാണിച്ചു തന്നു. രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര രഘുരാമ. ഉം. ആർക്കറിയാം പാട്ട്? ഉം. എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല. ആർക്കറിയാം പാട്ട്? രാമചന്ദ്ര രഘുരാമ. ഹരേ കൃഷ്ണ. ലേറ്റായി തുടങ്ങിയോണ്ട് എല്ലാവരും ആ മൂഡിലാണോ? ഇല്ല പ്രഭു, മറന്നുപോയി പ്രഭു. മറന്നുപോയി. രാമചന്ദ്ര രണധീര. ആ, രാമചന്ദ്ര രണധീര. ഉം. ഇവിടെ എനിക്ക് ഈ മുമ്പൊക്കെ പാട്ട് പാടുന്ന ഒരു പ്രഭു ഉണ്ടായിരുന്നല്ലോ, ശശിപ്രഭു. ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ, കാണുന്നില്ല. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. രാമചന്ദ്ര രഘുവീര എന്നാ. അതെ, പാടിയ രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രണധീര രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രണധീര രാമചന്ദ്ര മമ ബന്ധു രാമചന്ദ്ര ദയസിന്ധു. ഞാനും മറന്നുപോയി പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. സോറി. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ രാമായണം ശ്രീരാമേന്ദ്ര പ്രഭുവിന് പ്രണാമം. തീർച്ചയായിട്ടും ശ്രീരാമേന്ദ്ര ദേവന്റെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. ഓരോ സ്ഥാനങ്ങൾക്കിരുന്നും അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ സ്ഥാനത്തിൻ്റെ ധർമ്മത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ശ്രീരാമേന്ദ്ര പ്രഭുവിനോട് പ്രാർത്ഥിക്കാം. അടുത്തതിലോട്ട് നമ്മൾ വരികയാണ്. എന്താ സെക്കൻഡ് വ്യാസപൂജ. നമ്മൾ ശ്രീമദ് മഹാഭാഗവതം എവിടെ വരെയാണ് വന്ന് നിന്നിരിക്കുന്നത്? നമ്മൾ വായിച്ചു നിർത്തിയതൊക്കെ എവിടെയാ? ഹരേ കൃഷ്ണ. 82-ാം അധ്യായമാണ് പ്രഭു. 82-ാമത്തെ അധ്യായത്തില് അധ്യായം തുടങ്ങിയില്ല, നമ്മള് തുടക്കം പോന്നേ ഉള്ളൂ. ഓ, പുതിയതിലോട്ട് പോവുക അല്ലേ? ഇതിലോട്ട് പോവാ. ഇന്ന് രാമുഖം പ്രഭു പറഞ്ഞായിരുന്നു. അതായത് നമ്മള് സുദാമ ബ്രാഹ്മണനെ അനുഗ്രഹിച്ച സംഭവം കഴിഞ്ഞു അല്ലേ? അതെ അതെ, അത് തീർന്നു. അത് കംപ്ലീറ്റ് ആക്കി. കംപ്ലീറ്റ് ആയി. ഹരേ കൃഷ്ണ. ഇവിടെ അപ്പൊ ഈ ഒരു ഗ്യാപ്പ് വന്നത് ഇതിനു വേണ്ടിയിട്ടായിരിക്കാം. ഹരേ കൃഷ്ണ. ഇവിടെ ഇനിയും ഭഗവാന്റെ വിശിഷ്ടമായ ഒരു ചടങ്ങിനെ കുറിച്ചാണല്ലോ. ഹരേ കൃഷ്ണ. അപ്പം സൂര്യഗ്രഹണ സമയത്തെ സംഗമം, എല്ലാവരെയും കണ്ടുമുട്ടുന്ന ആ വലിയ ചടങ്ങ് ആണ്. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡപ്രണാമം. ഹിസ് ഹോളിനെസ് ജയവതാകസ്വാമി ഗുരു മഹാരാജ്, അദ്ദേഹത്തിൻ്റെ ജന്മം അല്ലെങ്കിൽ അവതാരം US-ലായിരുന്നു. 1968 ശീല പ്രഭുപാദരുടെ ശിഷ്യത്വം സ്വീകരിച്ചത്. ഒരു വലിയ വ്യവസായ പ്രമുഖൻ്റെ മകനായിട്ടാണ് അദ്ദേഹം ഇവിടെ അവതരിച്ചത്. പക്ഷേ അതിലൊന്നും വലിയ താല്പര്യമില്ലാതെ ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൽ അവശേഷിക്കുകയും പ്രഭുപാദരെ കണ്ടുമുട്ടുകയും പിൽക്കാലത്ത് പ്രഭുപാദരുടെ ശിഷ്യനായിട്ട് മാറുകയും വളരെ ആ കാലഘട്ടത്തെ വളരെ ചുരുക്കം ചില മന്ത്രദീക്ഷ കൊടുക്കുന്ന ശിഷ്യന്മാരിൽ ഒരാളായിട്ട് ശില പ്രഭുപാദർ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് ഒരു ഹെഡ് ഓഫീസ് കേന്ദ്രമാണ് ഇസ്കോൺ GBCയുടെ കമ്മീഷണർ ആയി മാറുകയും ചെയ്തു. മഹാരാജിൻ്റെ
കൂടുതൽ സേവന പ്രവർത്തനങ്ങളും മായാപൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഒക്കെ അറിയാം, അല്ലേ? ആണോ അല്ലേ? സൈനിക ചെയ്യാൻ പോയില്ലായിരുന്നോ പ്രഭു? സൈനികനാവാൻ പോയില്ലായിരുന്നു? സൈനികയിലോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടോ എന്ന് എനിക്കത്ര ഈ മിൽവാക്കി എന്ന് പറയുന്നത് എന്താ പ്രഭു? മിൽവാക്കിയിൽ നിന്ന് മായാപൂരിലേക്ക് എന്നൊക്കെ പറയുമ്പോ ഒരു പുസ്തകം ഉണ്ടല്ലോ, ഉം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വല്ല അറിയാമോ പ്രഭു? മിൽവാക്കി എന്ന് പറഞ്ഞത് അതെന്തോ ആണെന്ന് ഈ ജയഭഗത് സ്വാമിയുടെ ആത്മീയ യാത്രയിൽ എങ്ങോട്ടുള്ളതാണേ. അത് യു എസിലായിരുന്നു. ആ മിൽവാർക്ക് യു എസിലുള്ള സ്ഥലമാണോ? അതെ അതെ. ആ, അപ്പൊ അവിടെ നിന്ന് പ്രഭുപാദരിലേക്കുള്ള യാത്ര, ശിഷ്യത്വം സ്വീകരിച്ചു. ഞാൻ ചുരുക്കി പറയുകയാണ്, ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1970 സന്യാസം സ്വീകരിക്കുന്നത്. 1968 പ്രഭുപാദരെ ഇസ്കോണിലോട്ട് ജോയിൻ ചെയ്യുന്നത്. 12ാമത്തെ, അതായത് മന്ത്രദീക്ഷ എടുക്കുന്ന ഗുരുക്കന്മാർ 12ാമത്തെ സ്ഥാനമാണ് ഹിസ് ഹോളിനെസ് ജയപതാക സ്വാമി മഹാരാജനുള്ളത്. പ്രഭു ഒരു 11ാമത്തെ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു പ്രഭു ബുക്കിനകത്ത്. എന്തോ? ശ്രീല പ്രഭുപാദരുടെ 11ാമത്തെ സന്യാസി ശിഷ്യനായിട്ട് 12 ഒരു ബുക്കിനകത്ത് അങ്ങനെ കണ്ടു പ്രഭു, അതുകൊണ്ട് 12ാമത്തെ 12. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കൂടുതൽ എന്തറിയാം? അതാണ് ചർച്ച ചെയ്യേണ്ടത്. ഓരോ പ്രാവശ്യവും നമ്മൾ വ്യാസപൂർണിമ എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവിന് ആ ഒരു വർഷം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സമർപ്പിക്കുകയാണ്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇപ്പോൾ ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത് ഇതെൻ്റെ കഴിവല്ല, ആ വ്യാസാസനത്തിൻ്റെ ഗുരുത്വം കൊണ്ടാണ്. ഈ വ്യാസാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞതെന്ന് പോലും ഓർമ്മ വരത്തില്ല. സത്യം പറയുകയാണ്. ഒന്നും പദ്ധതിയോടെ സംസാരിക്കുന്നതല്ല, അതെല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പം ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ നമ്മൾ ആത്മീയ പാതയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു, ഗുരുവിനോട് നമ്മൾ കൂറ് പുലർത്താൻ സാധിച്ചു, അതുപോലെ തന്നെ ഗുരുവിൻ്റെ അഭൂതപൂർവമായ കഴിവുകൾ നമ്മൾ ഓർമ്മിക്കുക, അതിനു മുന്നിൽ പ്രണമിക്കുക. അതിലെ ചില അനുഭവങ്ങളുടെ നേർക്കാഴ്ചകൾ പറഞ്ഞറിയിച്ചിട്ടുള്ളതല്ല, നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ വർഷമൊക്കെ? ഇല്ല പ്രഭു, ഇല്ല. വേദനയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഹരേ കൃഷ്ണ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സാമ്പിളാണ് ഹിസ് ഹോളിനെസ് ജയപതാക സ്വാമി മഹാരാജ്. അതിന് തർക്കമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇല്ല പ്രഭു. ഞാൻ ശരീരമല്ല, ഈ ആത്മാവ് തന്നെയാണെന്ന് ലോകം മുഴുവൻ തെളിയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദേഹി എന്ന് കൂടി പറയാം. ഈ ഉള്ളവന് നേരിട്ട് സേവനം ചെയ്യാനുള്ള അവസരം കിട്ടിയത് കൊണ്ട് അത് ഒരിക്കൽ കൂടി അത് ദൃഢമായി സംസാരിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഈ ശാരീരിക അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക്, അല്ലെങ്കിൽ അതേ അവസ്ഥയുള്ള ഒരാൾക്കും ഒരിഞ്ച് നടക്കാൻ പറ്റില്ല, ഒരിഞ്ച് മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു രാത്രി മഹാരാജനെ സേവനം ചെയ്യാനുള്ളൊരവസരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് വീണ്ടും കള്ളം കാണിച്ചു, ഞാൻ ഉറങ്ങി. ഉറങ്ങാൻ പാടില്ലെന്നായിരുന്നു, ഉറങ്ങി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ ഉണരലിനും ആ രാത്രികളിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ ചാൻഡിങ് മെഷീനിലോട് ഓടുമായിരുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരിരാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഒരിക്കലും ആ മന്ത്രം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ആ ഉറക്കത്തിൽ വിട്ടുപോയിരുന്നില്ല.
അതുപോലെ ഓരോ സെന്ററുകളുടെയും തന്നെ ഉത്തരവാദിത്തങ്ങൾ, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു. ഇത്രയധികം മെമ്മറി പവർ ഇപ്പോഴും ഉള്ളത് വലിയ അത്ഭുതമാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി ചില അനുഭവത്തിൻ്റെ മറ്റു നേർക്കാഴ്ചകളിലോട്ട് വരികയാണ്. ഇതേപോലെ ഒരു വ്യാസ പൂർണിമ ദിവസം US-ലാണോ എന്നെനിക്ക് ഒരു ചെറിയൊരു സംശയം. എനിവേ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഡിവോട്ടീസ് തടിച്ചു കൂടിയിരിക്കുകയാണ് ഗുരു മഹാരാജിന് ഹോമേജ് സമർപ്പിക്കാൻ. അതിലെ ഒരു മാതാജി വളരെ വിഷണ്ണയായി, എനിക്ക് ഇപ്രാവശ്യം എഴുതാൻ സാധിച്ചില്ലല്ലോ, ഞാനത് ഓർമ്മിച്ചില്ലല്ലോ, കയ്യിൽ പേപ്പറും ഇല്ല, പേനയും ഇല്ല, ഒന്നുമില്ല. പിന്നെ സ്വയം സമാധാനിച്ചു, എത്രയോ പേര് എഴുതുന്നു, ഞാൻ ഒരാൾ എഴുതിയില്ലെങ്കിൽ മഹാരാജ എങ്ങനെ അറിയാനാണ്, സാരമില്ല എന്ന് സ്വയം സമാധാനിച്ചു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനമോ ഇടയ്ക്കോ ഗുരു മഹാരാജ് മുഖമൊന്ന് ഉയർത്തി സദസ്സിലേക്ക് നോക്കി. പതിനായിരക്കണക്കിന് ഡെവോട്ടീസ് തിക്കി തിരക്കി ഇരിക്കുകയാണ് ഗുരു മഹാരാജിന് ഹോമേജ് സമർപ്പിക്കാൻ. ഗുരു മഹാരാജ് പെട്ടെന്ന് സംസാരിച്ചു, രാഗിണി, വേർ ഈസ് യുവർ ഹോമേജ്? ഏറ്റവും ബാക്കിൽ, ഏറ്റവും പുറകെ വിഷണ്ണയായി കുനിഞ്ഞു നിന്ന ആ മാതാജി ഞെട്ടിപ്പോയി. ഇതാണ് ഒരു ഗുരുശിഷ്യ ബന്ധം, ഇതാണ് ഒരു ഗുരുവിൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. എല്ലാം ഗുരുവിന് കാണാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ഗുരുവിനോടൊന്നും പറയാൻ സാധിക്കുന്നില്ലല്ലോ, സംസാരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. മാത്രമല്ല, ഒരുപാട് പേര് പരാതി പറയാനുണ്ട്, പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവർ. ഗുരു മഹാരാജ് വരുമ്പം ഒരുപക്ഷെ കാണാൻ സാധിക്കില്ല, വലിയ തിക്കും തിരക്കുമായിരിക്കും. ദൂരെ നിന്ന് ഒരുപക്ഷെ കാണാം, പല റെസ്ട്രിക്ഷൻസ് വരും. അപ്പം ചിലർ ബഹളമൊക്കെ ഉണ്ടാക്കും, പരാതിയും പറയും. ഞങ്ങളുമൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്, വന്നിട്ടൊന്ന് കാണാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളത്. പല സാങ്കേതിക കാരണങ്ങളാൽ അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിൽ കാണുക, ആ ഗുരു എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. ഒരു ദിവസം മുംബൈയിലൊരു പ്രഭാഷണവും കഴിഞ്ഞ് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ആ സമയത്താണ് ഒരു മാതാജിയുടെ ഫോൺ മഹാരാജിന് വരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ കഥ പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കേട്ടിട്ടുണ്ടായിരുന്നോ? കേട്ടിട്ടില്ല പ്രഭു. പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ഉണ്ടെങ്കിൽ പറയുക. ഇതൊക്കെ എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം എടുത്തെടുത്ത് ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ്, അനുഭവ സാക്ഷ്യങ്ങൾ. എന്തോ ഇതിനകത്ത് വരുന്നതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? വന്നതിന് ശേഷം നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ മഹാരാജന് ഒരു ഫോൺ സന്ദേശം കിട്ടുന്നു. ഭർത്താവിന് സുഖമില്ല, മെഡിക്കൽ സയൻസ് എഴുതി തള്ളി. സാധാരണ ഡോക്ടർമാരെന്താ നമ്മളോട് പറയാറുള്ളത്? എല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ബാക്കിയുള്ള എല്ലാം മേലോട്ട് നോക്കിക്കോളാൻ പറയും, അല്ലേ? ആണോ? അതെ അതെ പ്രഭു. ആ മേലോട്ട് നോക്കിയതാണ് നമുക്ക് ഗുരുവിനെ സമീപിക്കുക എന്ന് പറയുന്നത്. ഗുരു, ഡോക്ടർമാരിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്ത് ചെയ്യാനാണ്? ഒന്ന് അനുഗ്രഹിക്കണം.
പ്രാർത്ഥിക്കണം, വേറെ വഴിയില്ല. ഭഗവാനോട് നമ്മൾ നേരിട്ട് പറയാനുള്ള യോഗ്യതയില്ല. ഗുരുവിനെ വിളിച്ച് നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാതാജിക്ക് തോന്നി മഹാരാജ് വേറെ ആരോടോ എന്തോ സംസാരിക്കുന്ന പോലെ. ഓ, അങ്ങനെയാണോ, ശരിയാവില്ലേ എന്ന് 1-2 വാക്കുകൾ. അതൊരു ആസ് യൂഷ്വലായിട്ട് മാതാജി എടുത്തു. പിറ്റേന്ന് ഹോസ്പിറ്റലിലെത്തുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, മെഡിക്കൽ സയൻസിനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ അസുഖങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ മഹാരാജ് അത് ശരിയാകില്ലേ, ശരിയാകണം എന്ന് പറഞ്ഞത് മറ്റാരോടുമല്ല, ഭഗവാനുമായിട്ടുള്ള ഒരു സംവാദമായിരുന്നു. എന്നെന്നും ഞങ്ങൾക്ക് എപ്പോഴും ഓർമ്മിക്കാൻ നേരിട്ട് കണ്ടിട്ടുള്ള മറ്റൊരു അനുഭവം കൂടെ പറയുകയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വെച്ചിട്ടാണ്. പിന്നീട് നമ്മുടെ ഭക്തിവൃക്ഷയിലേക്ക്, സത്സംഗങ്ങളിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു. കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ വരുന്നു. എല്ലാ ആഴ്ചകളിലും കൂടുന്നു. തൻ്റെ മകളെയും കൊണ്ടാണ് വരുന്നത്. ആ സമയത്ത് 4-5 വയസ്സുണ്ട് ആ പെൺകുട്ടിക്ക്. മിണ്ടത്തില്ല, വാ തുറക്കത്തില്ല. വളരെ ദുഃഖിതരാണ് ആ മാതാപിതാക്കൾ. പല തെറാപ്പിയും ചെയ്യുന്നുണ്ട്, സ്പീച്ച് തെറാപ്പി ഉൾപ്പെടെ പല തെറാപ്പി ചെയ്തിട്ടും എന്നൊരു മൂളലല്ലാതെ പുറത്തോട്ടൊന്നും വരത്തില്ല. ആ സമയത്താണ് ഗുരു മഹാരാജൻ്റെ സന്ദർശനം ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ യാത്രാജീടൻ്റെ വീട്ടിൽ വെച്ചിട്ട് കാണാനുള്ള ഒരു സ്ലോട്ടൊക്കെ എടുത്തു. ഇവരെയും കൂടെ കൂട്ടി വരൂ പറഞ്ഞു. അവർ അത്രയും കാര്യമൊന്നുമില്ല, വിശ്വാസം ഞാൻ അങ്ങനെ ആയിട്ടില്ല. വരൂ, നമുക്ക് കാണാം, മോളെ കൂടെ കൂട്ടിക്കോളൂ. അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു. ഞാനൊരു മാല കൈ വെച്ചിരുന്നു. ഇത് ഗുരുമഹാരാജന് സീക്രട്ടായിട്ട് ഇടാൻ ആരെയും കാണിക്കാതെ കൊണ്ടൊരു മൂലയ്ക്കകത്ത്, അൾത്താരയുടെ പുറകിൽ ഒരു മൂലയ്ക്കകത്ത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഇടാനുള്ള അവസരം വരും, അപ്പം ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ ഈ ദമ്പതികളെ വിളിച്ച് മഹാരാജിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മഹാരാജ് ചോദിച്ചൊരു മാല കൊണ്ടുവരാൻ പറഞ്ഞു. മാല അങ്ങ് നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം ഞാൻ ഒളിച്ചു വെച്ചിരിക്കുന്ന മാല കണ്ടുപിടിച്ചു. ആ മാല എടുത്തുകൊണ്ടുവന്ന മനസ്സിന് ചെറിയൊരു വിഷമം എനിക്കുണ്ടായി. മഹാരാജന് ഇടാനുള്ള മാലയാണല്ലോ എന്നുള്ളത്, ചെറിയൊരു സെൽഫിഷ്നെസ്. ഈ മാല അദ്ദേഹം ഇങ്ങനെ ആ ദമ്പതികളുടെ മേലെ ഇട്ടു. 2 പേരുടെയും കഴുത്തിൽ ഒരുപോലെ ചെന്ന് വീണു. അവരോട് സംസാരിച്ചു, മകളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. മകളുടെ കാര്യങ്ങളെപ്പറ്റി, മെമ്മറി പവറിനെയൊക്കെ പറ്റി വാചാലമായിട്ട് സംസാരിച്ചു. ലെഫ്റ്റ് ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ് ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്താണ് നമ്മുടെ ചിന്തകൾ, ഇതെല്ലാം വളരെ ദീർഘമായിട്ട് സംസാരിച്ചു. ഞങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. സാധാരണ 1 മിനിറ്റ് 2 മിനിറ്റ് ഷോട്ടാണ് ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുന്നത്. 2 മിനിറ്റ് കൂടുതൽ കിട്ടത്തില്ല. ഏകദേശം ഒരു 10 മിനിറ്റോളം സംസാരിച്ചു. എന്നിട്ട് ആ സ്റ്റിക്ക് കൊണ്ട്, ഏത് സ്റ്റിക്കാണ് മഹാരാജൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റിക്ക് ഏതാണ്? സമയമായി. നമ്മളെ അനുഗ്രഹിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു കമ്പുണ്ട്, ഏതാ അത്? അത് ത്രിദണ്ഡ് യോഗിമാരുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, മഹാരാജ് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു കമ്പ് കൈ വെച്ചിരിക്കും. ജഗന്നാഥൻ്റെ ബ്രഷ്. അതെല്ലാം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ നോക്കാം. ഒരു കമ്പ് വെച്ചിട്ടാണ് നമ്മുടെ തലയെ തൊട്ട് അനുഗ്രഹിക്കുന്നത്. അത് ജഗന്നാഥൻ്റെ ബ്രഷാണ്. പുരിയിൽ ജഗന്നാഥന്, ഭഗവാന് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ആ കമ്പാണത്. അത് പല്ല് തേച്ചതിന് ശേഷം മഹാരാജൻ്റെ കൈ കിട്ടും. അതാണ് വെച്ച് അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അനുഗ്രഹിച്ചു. അടുത്ത ആഴ്ച സത്സംഗത്തിൽ ആ ദമ്പതികൾ വന്നപ്പോൾ ആ കുട്ടി വാ തുറന്നു തുടങ്ങി, അക്ഷരം പറഞ്ഞു തുടങ്ങി. ഇന്ന് ആ കുട്ടി
ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. നല്ല രീതിയിൽ സംസാരിക്കും. ഇതൊക്കെ നേരിട്ട വെളിപ്പെട്ട അനുഭവങ്ങളാണ്. ആ ഗുരുവിൽ ഉള്ള അചഞ്ചലമായൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കട്ടെ. ഹരേകൃഷ്ണ പ്രഭുജി, ആ പറഞ്ഞാട്ടെ. ആ കുഞ്ഞ് കൊണ്ട് 3 പ്രാവശ്യം അടിയന്റെ തലയില് അനുഗ്രഹം വാങ്ങിച്ച ആളാണ്. സന്തോഷം. ഗുരുമാൻ നേരിട്ട്. ഹരേ കൃഷ്ണ. ആ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. മായാപൂരിൽ വെച്ചിട്ട് യാദൃശ്യമായി. ഹരേ അതാണ് കൃഷ്ണ. ഗുരുവിന്. അതുകൊണ്ട് പണ്ട് ഗുരുക്കന്മാരെ കവികൾ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഈ ഭാഗവതർ എന്നൊക്കെ പറഞ്ഞാൽ ഭാഗവത കഥ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആൾക്കാരെ ഭാഗവതം എന്ന് പറയും, കവികൾ എന്ന് പറയും. കവികളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ കവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതൊക്കെ മാറി ആത്യന്തികയും ആധുനിക കവിത്വമൊക്കെ ആയിട്ട് മാറി, അത് പോട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ കവികൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ അറിയാവുന്നവരെയാണ് കവികൾ എന്ന് പറയുന്നത്. അതായത് മുനിമാരെയാണ് പണ്ട് കവികൾ എന്ന് പറഞ്ഞിരുന്നത്. അത്തരം ഒരു അതിശ്രേഷ്ഠരായ ഗുരുക്കന്മാരിൽ ഒരാളാണ് ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി മഹാരാജ്. നമ്മുടെ പലരുടെയും ഗുരു, ഇസ്കോൺ പ്രസിഡന്റ് ഹിസ് ഗ്രീസ് ജഗസാക്ഷിദാസ് പ്രഭുവിൻ്റെ ഗുരു ഒക്കെ ആണ്. ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ശീലപ്രഭുപാദരുടെ എല്ലാവരും ഒരേ ഗുരുക്കന്മാരാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് അഭൂതപൂർവമായ കഴിവുകൾ ഉള്ളവരാണ്. ഹരേ കൃഷ്ണ പ്രഭു, എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് പ്രഭു ഗുരു മഹാരാജിൽ നിന്നും. ഞാൻ മായാപൂര് താമസിക്കുകയായിരുന്നു.